നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്നുള്ളത് നോക്കാം. കൂടാതെ ഈ ഒരു സമയം യൂണിവേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്, വേൾഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്, 8 of cups, 7 of wands, 3 of pentacles, 5 of cups, 7 of pentacles, 10 of wands, 2 of swords, ഫൂളിൻ്റെ എനർജി വന്നിട്ടുണ്ട്, നൈറ്റ് ഓഫ് വാൺസ് എന്നീ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ പലർക്കും ഒരു പ്രണയത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിൻ്റെ രൂപത്തിലോ ഒക്കെ ആയിരിക്കാം ആ ഒരു വ്യക്തിയെ ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളും ഒറ്റപ്പെടലുമൊക്കെ മാറി നിങ്ങളെ വളരെ കരുതലോടെ കാണുന്ന, നിങ്ങളുടെ വികാരങ്ങളെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരാൾ തീർച്ചയായിട്ടും പലരുടെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾക്കൊക്കെ വലിയൊരു അംഗീകാരമോ അല്ലെങ്കിൽ പുതിയൊരു അവസരമോ ഒക്കെ പ്രപഞ്ചം ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ല വാർത്തകളോ സന്ദേശങ്ങളോ ഒക്കെ നിങ്ങളെ തേടി ഈ ഒരു സമയം എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിലൂടെയൊക്കെ നിങ്ങളുടെ മനസ്സിന് വലിയൊരു ആശ്വാസവും സമാധാനവുമൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ വേൾഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങളിലേക്കൊരു വിജയവും പൂർണ്ണതയും ഒക്കെ എത്തിച്ചേരും എന്നുള്ളതാണ് കാണുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ വളരെ കാലമായിട്ട് എന്തെങ്കിലും കാര്യത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണിത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിറഞ്ഞ ആ ഒരു പഴയ ഘട്ടം അവസാനിക്കാൻ പോകുന്ന ഒരു സമയമാണിത്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ തടസ്സങ്ങളും പ്രപഞ്ചം മാറ്റി നിങ്ങൾക്ക് അർഹമായിട്ടുള്ള എല്ലാ സന്തോഷവും അംഗീകാരവും നിങ്ങളുടെ കൈകളിൽ എത്തിച്ച് നൽകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ ഇവിടെ 8 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ വലിയൊരു ശൂന്യത അനുഭവിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് പുറമേ നിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നാം നിങ്ങൾക്ക് എല്ലാമുണ്ട്, നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ. പക്ഷേ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വലിയൊരു ശൂന്യത അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ പുറമേ നിന്ന് നോക്കുന്നവരുടെ കണ്ണിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടാവാം, നല്ല ബന്ധങ്ങളുണ്ടാവാം, നല്ല ചുറ്റുപാടുകൾ ഉണ്ടാവാം. പക്ഷേ യഥാർത്ഥത്തിൽ അതിൽ നിന്നൊന്നും ഒരു സന്തോഷമോ സമാധാനമോ ഒന്നും കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കാം. അതൊക്കെ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത, നിങ്ങൾക്ക് സന്തോഷം നൽകാത്ത, നിങ്ങളെ മാനസികമായിട്ട് തളർത്തുന്ന ബന്ധങ്ങളെ ആയാലും സാഹചര്യങ്ങളെ ആയാലുമൊക്കെ ധൈര്യത്തോടെ വിട്ടുകളയാൻ അല്ലെങ്കിൽ അതിൽ നിന്നും ഇറങ്ങിപ്പോവാനുള്ള ഒരു മാനസിക കരുത്ത് ഈ ഒരു സമയം നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. കാരണം അത്തരം കാര്യങ്ങളെയൊക്കെ ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയാൽ അത് നിങ്ങളെ കൂടുതൽ തളർത്തുക മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒന്നിനെയും ജീവിതത്തിൽ പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല, മുറുകെ പിടിക്കേണ്ടതില്ല. നിങ്ങളുടെ സമാധാനത്തിനായിട്ട് അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ 7 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ ചില ആളുകൾ ഈ ഒരു സമയം നല്ല രീതിയിൽ എതിർപ്പുകളോ മത്സരങ്ങളോ ഒക്കെ മറ്റുള്ളവരിൽ നിന്നും
നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ആയിരിക്കാം ഉള്ളത്. നിങ്ങളുടെ സത്യങ്ങളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ മറ്റുള്ളവർ ചോദ്യം ചെയ്യുന്ന, വിമർശിക്കുന്ന, അതേപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളിൽ, നിങ്ങളുടെ വിജയങ്ങളിലൊക്കെ അസൂയപ്പെട്ട് പലരും നിങ്ങളോട് മത്സരിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് തന്നെ നിങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾക്കോ മത്സരങ്ങൾക്കോ ഒക്കെ മറുപടി കൊടുത്ത്, അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രപഞ്ചം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. നിങ്ങളെ വിമർശിക്കുന്ന, നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്ന ആളുകളിൽ നിന്നൊക്കെ ഒരു അതിർവരം വിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ കഴിവുകളെയൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താനും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ചിലപ്പോൾ പുതിയ ആളുകളോടൊപ്പം ചേർന്ന് ജോലി ചെയ്യേണ്ടി വരുന്ന സാഹചര്യമോ അല്ലെങ്കിൽ പുതിയൊരു കോഴ്സ് പഠിക്കാനായിട്ടൊക്കെയുള്ള ഒരു അവസരമോ നിങ്ങളെ തേടി വരുന്നതാവാം. അപ്പോൾ അവിടെ നിങ്ങളുടെ കഴിവുകൾ കണ്ട് നിങ്ങളോടൊപ്പമുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശങ്ങളും നല്ല ആശയങ്ങളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് ഒരു മടിയും കാണിക്കാതിരിക്കുക. അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. കൂടാതെ ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും മുമ്പുള്ള ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമോ അല്ലെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ തകർച്ചയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുള്ള ഒരു വഞ്ചനയും ചതിയുമൊക്കെ ആ ഒരു ബന്ധത്തെ ഇല്ലാതാക്കിയതോ അല്ലെങ്കിൽ ഒരു നല്ല അവസരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഇന്നും നിങ്ങൾ ദുഃഖിക്കുന്നുണ്ട്, നിരാശപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നല്ല ആളുകളും നിങ്ങൾക്കുള്ള നല്ല അവസരങ്ങളുമൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതിനെ നിങ്ങൾ തിരിച്ചറിയുക. നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ നിങ്ങൾക്ക് മുന്നിലുള്ള ഒന്നിനെയും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയില്ല. അപ്പോൾ പഴയ സങ്കടങ്ങളെയും നിരാശകളെയും ഒക്കെ ഇനി കൂടെ കൊണ്ട് നടക്കാതെ അതിനെയൊക്കെ വിട്ടുകളഞ്ഞ് നിങ്ങൾക്ക് മുന്നിലുള്ള നല്ല കാര്യങ്ങളെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരുപക്ഷെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ നടത്തിയ ശ്രമങ്ങൾക്കൊന്നും ഇതുവരെയും ഒരു നല്ല ഫലം വന്നു ചേരാത്തത് മൂലം ഒരു നിരാശ നിറഞ്ഞ കാത്തിരിപ്പിലായിരിക്കാം നിങ്ങളിൽ പല ആളുകളും ഉള്ളത്. എന്നാൽ ഇവിടെ നിങ്ങളുടെ കാത്തിരിപ്പിനും ക്ഷമയ്ക്കുമൊക്കെ വൈകാതെ തന്നെ നല്ലൊരു ഫലം വന്ന് ചേരുന്നുണ്ട്. മുൻപ് വേൾഡിൻ്റെ എനർജിയിൽ പറഞ്ഞതുപോലെ നിങ്ങളിലേക്കൊരു വിജയവും പൂർണ്ണതയുമൊക്കെ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങളുടെ ശ്രമങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനാൽ തന്നെ നിരാശപ്പെടാതെ ക്ഷമയോടെ തന്നെ ഇരിക്കുക. കൃത്യസമയത്ത് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കൈകളിൽ തന്നെ വന്ന് ചേരുന്നതാണ്. അതുപോലെ 10 ഓഫ് വാൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഒക്കെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം അതിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതില്ല. അനാവശ്യ ഭാരങ്ങളെയൊക്കെ മറ്റുള്ളവർക്ക് കൂടി പകുത്ത് നൽകുക, മറ്റുള്ളവരുടെ സഹായം ചോദിക്കുക എന്ന്. കൂടാതെ 2 ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളിൽ പലരും വലിയൊരു ആശയക്കുഴപ്പത്തിൽ ഈ ഒരു സമയം നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ ജോലിയിലോ ബന്ധത്തിലോ ആയിരിക്കാം ഈ ഒരു ആശയക്കുഴപ്പം നിങ്ങൾ നേരിടുന്നത്. അതായത് നിലവിലെ ജോലി വിട്ട് പുതിയൊരു ജോലി തേടണോ അല്ലെങ്കിൽ നിലവിലെ ആ ഒരു ബന്ധത്തിൽ തുടരണോ എന്നൊക്കെയുള്ള ഒരു ആശയക്കുഴപ്പം ആയിരിക്കാം നിങ്ങളിലുള്ളത്. ഇത് നിങ്ങളെ വല്ലാതെ സങ്കടത്തിലാക്കുന്നുണ്ടാവാം. നിങ്ങളുടെ മനസ്സും ചിന്തകളുമൊക്കെ 2 വഴിയിലായിരിക്കാം ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വലിയൊരു വ്യക്തത വന്നു ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിയായ ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫൂളിൻ്റെ എനർജി വരുന്നുണ്ട്. അതായത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ഭാരങ്ങളുമൊക്കെ മാറി
തികച്ചും സ്വതന്ത്രമായിട്ടുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങളെ കടക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം ഉണ്ടാവുന്ന ഒരു സമയമാണിത്. കൂടാതെ ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവരെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങും. നിങ്ങളിലെ അലസതയൊക്കെ മാറി മുന്നോട്ട് പോകാനുള്ള ഒരു ആവേശവും ആഗ്രഹവും ഒക്കെ ഈ ഒരു സമയം നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. വളരെ വേഗതയും പോസിറ്റീവുമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.